അഫ്സലജു ഇങ്ങനെ കല്യാണം കഴിച്ചേ. അതെ, അതായത് നമ്മളുടെ എല്ലാരും ഒരുവിധം കണ്ടിട്ടൊക്കെ ഉണ്ടാവും, റേഡിയോന്റെ പരിപാടിക്കൊക്കെ ഉണ്ടാവാറുണ്ട് ആള്. അതായത് ഇവന് പെണ്ണന്വേഷിച്ച് എങ്ങനെ നോക്കിയിട്ട് പെണ്ണിന് കിട്ടുന്നില്ല, ആരും കൊടുക്കുന്നില്ല, ഇവന് പെണ്ണിനെ കൊടുക്കുന്നില്ല. അപ്പൊ ഇവന്റെ ഉമ്മ എന്ത് ചെയ്യാൻ തുടങ്ങിയത് അറിയാമോ? ഇവന്റെ വീടിന്റെ മുറ്റത്ത് ഇങ്ങനെ നിൽക്കും. അപ്പൊ ഈ കൊറേ കുട്ടികളെ സ്കൂളിൽ ഇങ്ങനെ പോവല്ലോ. അതെ, അങ്ങനെ അവന്റെ ഉമ്മ ഇവന്റെ വീടിന്റെ മുമ്പിൽ കൂടെ സ്കൂളിൽ പോയിക്കൊണ്ടിരുന്ന കുട്ടീനെയാണ് ഇവൻ കല്യാണം കഴിച്ചത്. അപ്പൊ ഇവൻ കണ്ടിട്ടുണ്ട്, അതായത് ഇവന്റെ വീടിന്റെ മുമ്പിൽ കൂടെ ആണല്ലോ ഈ കുട്ടി സ്കൂളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇവൻ മുമ്പ് കണ്ടിട്ടുണ്ട് ഇങ്ങനെ ഒരു കുട്ടി പോകുന്നതും വരുന്നതൊക്കെ. അപ്പൊ കുറെ കുട്ടികൾ പോകുന്ന കൂട്ടത്തിൽ ഇവൻ കണ്ടിട്ടുള്ളൂ. അപ്പൊ ഇവന്റെ ഉമ്മ ട്രിക്കിങ് മാറ്റി. ഇവന്റെ ഉമ്മ വെച്ചു, മോളെ ഇത് പോരുന്നോ എന്റെ മരുമോളായിട്ട്. അപ്പൊ ഓള് പറഞ്ഞു, ആ കുഴപ്പമില്ലല്ലോ, നല്ല സ്നേഹമുള്ള ഉമ്മ, ശരി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഇവന്റെ പെണ്ണ് കിട്ടിയത്. എല്ലാ ദിവസവും ഉമ്മ മുറ്റത്തിരുന്നിട്ട് ഈ പെൺകുട്ടി വരുന്ന സമയത്ത് അജുവിനെ പറ്റിയിട്ട് കുറെ പുകഴ്ത്തിയിട്ടുള്ള സംഭവങ്ങൾ ഇങ്ങനെ പറയും. അല്ല, എനിക്ക് തോന്നുന്നെങ്ങനെ അറിയാം, അതായത് വൈകുന്നേരം ആകുമ്പോ സ്കൂൾ വിട്ട് വരുമല്ലോ, അപ്പത്തേക്ക് ഫോൺ വിളിച്ചിട്ട്, മോനെ നമ്മുടെ പുതിയ ലെക്സസ് കാർ എന്തായി? അപ്പൊ കുട്ടി ഓക്കെ, അടുത്ത മാസം മോനെ ഈ കമ്പനി തുടങ്ങാൻ പോകുന്നുണ്ട് എന്തായി? അപ്പൊ കുട്ടിയൊക്കെ ഓക്കെ കറക്റ്റ് ഇന്ത്യൻ നല്ല ചേട്ടൻ. പക്ഷെ കല്യാണം കഴിഞ്ഞപ്പോഴാണ് നമുക്ക് മനസ്സിലായത് ഒന്നുമില്ല. உண்மையை சொல்றேங்க.